SSLC Social Science ഫസ്റ്റ് ചാപ്റ്ററിലെ റഷ്യൻ റവല്യൂഷൻ്റെ നോട്ട്സ് ഒന്ന് നോക്കാം. കുറച്ചേറെ നോട്ട്സ് ഉണ്ട്, പല ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് വരുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യത്തേത്, വാട്ട് വെയർ ദ ഡിമാൻഡ്സ് ഓഫ് ദ വർക്കേഴ്സ്? അബോളിഷ് ദ പ്രൈവറ്റ് പ്രോപ്പർട്ടി സിസ്റ്റം, എവരിവൺ ഹാസ് ടു വർക്ക്, പീപ്പിൾസ് പവർ. ഇതൊരു ആക്ടിവിറ്റിയാണ്. അടുത്തത്, മെയിൻ ഇവൻറ്റ്സ് ഇൻ ദ റഷ്യൻ റവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഫെബ്രുവരി റവല്യൂഷനും അതുപോലെ ഒക്ടോബർ റവല്യൂഷനുമാണ്. അതൊന്ന് ബ്രീഫ് നോട്ടാണ് ആദ്യത്തേത്. റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ ഫെബ്രുവരി റവല്യൂഷൻ. Food shortage became severe by 1917. Women workers and soldiers marched to Petrograd, captured Petrograd and thrown Nicholas II out of power and provisional government under Alexander Kerensky Mensheviks in February according to Russian calendar. This is known as February Revolution. Write a brief note on October Revolution. The Bolsheviks under the leadership of Lenin opposed provisional government formed under Kerensky and demanded to transfer power to the Soviet. They demanded a proletarian workers' government. In October 1917, the Bolsheviks organized armed rebellion and attained power from Mensheviks. This event happened in October according to Russian calendar and came to be known as October Revolution. February Revolution, October Revolution എന്ന് ബ്രീഫ് നോട്ടൊക്കെ ചോദിച്ചാൽ ഇത്രയും എഴുതിയാൽ മതി. ബാക്കി നാം പിന്നീട് നോക്കുന്നുണ്ട്. വാട്ട് വെയർ ദ റീസൺസ് ഓഫ് റഷ്യൻ റവല്യൂഷൻ? റഷ്യൻ റവല്യൂഷൻ റീസൺ ഒന്നാമത്തേത്, സോഷ്യൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻ ഓഫ് റഷ്യ. അതിനകത്താണ് ഇത്രയും പോയിന്റ്സ് വരുന്നത്. ഫാമേഴ്സ് ആൻഡ് ഫാക്ടറി വർക്കേഴ്സ് ഇൻ റഷ്യ ലെഡ് എ ട്രാജിക് ലൈഫ് അണ്ടർ ദ ഓട്ടോക്രസി ഓഫ് ദ സാറിസ്റ്റ് എംപറേഴ്സ് ഹു റൂൾഡ് റഷ്യ. The low agriculture production affected the farmers' income. Moreover, the landless farmers had to pay huge tax. Though Russia was rich in natural resources, their industrial production was meager. It was the foreigners who controlled the majority of the industries that existed there. അടുത്ത റീസൺ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് ദ റൈറ്റേഴ്സ്. അതിൽ റൈറ്റേഴ്സ് മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ ടെർഗനേവ്, ആന്റൺ ചെക്കോവ്. അവരുടെ ഇൻഫ്ലുവൻസ്, ദെയർ ഇൻഫ്ലുവൻസ് ഇൻ ദ റവല്യൂഷൻ depicted the plight of the workers and farmers in their works. മൂന്നാമത്തേത് മാർക്സിസ്റ്റ് ഐഡിയോളജീസ്. അതിലെ തിങ്കേഴ്സ് എന്ന് പറയുന്ന കാൾ മാർക്സ്, ഫ്രെഡറിക് എംഗൽസ്. ഐഡിയോളജി, എസ്റ്റാബ്ലിഷിംഗ് ദ സൂപ്രമസി ഓഫ് ദ വർക്കേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഓഫ് ബൈ ദ ക്യാപിറ്റലിസ്റ്റ്. ട്രേഡ് യൂണിയൻസ് വെർ ഫോംഡ് ടു ഫൈൻഡ് റെമഡീസ് ഫോർ ദ പ്ലൈറ്റ് ഓഫ് ദ വർക്കേഴ്സ്. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്, ബേസ്ഡ് ഓൺ ദ മാർക്സിസ്റ്റ് ഐഡിയോളജീസ് ദ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി വാസ് ഫോംഡ്. ഇത്രയും റഷ്യൻ റവല്യൂഷൻ്റെ പൊതുവായിട്ടുള്ള റീസൺസ് ആണ്. ഇനി ഫെബ്രുവരി റവല്യൂഷൻ്റെയും ഒക്ടോബർ റവല്യൂഷൻ്റെയും റീസൺസ് വേറെയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വെയർ ദ ഡിമാൻഡ്സ് ഓഫ് ദ വർക്കേഴ്സ്? വിത്ഡ്രോ റഷ്യ ഫ്രം ദ ഫസ്റ്റ് വേൾഡ് വാർ, സീസ് ദ ലാൻഡ്സ് ഓൺഡ് ബൈ ദ ലോർഡ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദം എമംഗ് ദ ഫാമേഴ്സ്, മേക്ക് ഫാക്ടറീസ് പബ്ലിക് പ്രോപ്പർട്ടി. അടുത്തത്, കംപ്ലീറ്റ് ദ ടേബിൾ. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു, മെൻഷെവിക്സ്, ബോൾഷെവിക്സ്. മെൻഷെവിക്സ് എന്ന് പറയുന്ന മൈനോറിറ്റി, ബോൾഷെവിക്സ് മെജോറിറ്റി. അലക്സാണ്ടർ കെറൻസ്കി മെൻഷെവിക്കുകളുടെ ലീഡർ, ലെനിനും ട്രോട്സ്കിയും ബോൾഷെവിക്സിൻ്റെ ലീഡർ. മെൻഷെവിക്സിൻ്റെ നേതൃത്വത്തിലാണ് ഫെബ്രുവരി റവല്യൂഷൻ, അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്. ബോൾഷെവിക്സിൻ്റെ നേതൃത്വത്തിലാണ് ഒക്ടോബർ റവല്യൂഷൻ. വാട്ട് വാസ് ബ്ലഡി സൺഡേ? 1905 റഷ്യ വാസ് ഡിഫീറ്റഡ് ഇൻ ദ റഷ്യ-ജപ്പാൻ വാർ. 1905 ജാനുവരി 9 പെട്രോഗ്രാഡ് മാർച്ച്, അതാണ് ബ്ലഡി സൺഡേ. മാർച്ച് ലെഡ് ബൈ വർക്കേഴ്സ്. അവരുടെ ഡിമാൻഡ് എന്തായിരുന്നു? പൊളിറ്റിക്കൽ റൈറ്റ്സ് ആൻഡ് എക്കണോമിക് റിഫോംസ്. പ്ലേസ് എന്ന് പറയുന്നത് പെട്രോഗ്രാഡ്. റിസൾട്ട്, ഫയേർഡ് അറ്റ് ബൈ ദ സോൾജേഴ്സ്. ഹൺഡ്രഡ്സ് ഓഫ് ഡെമോൺസ്ട്രേറ്റേഴ്സ് വെയർ മാസക്കേർഡ്. ഇതിനെയാണ് ബ്ലഡി സൺഡേ എന്ന് പറയുന്നത്. അതിൻ്റെ പോയിന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത ഫെബ്രുവരി റവല്യൂഷൻ, അതായത് റഷ്യൻ റവല്യൂഷൻ എന്ന് പറയുമ്പോൾ രണ്ട് റവല്യൂഷനാണ്, ഫെബ്രുവരി റവല്യൂഷനും ഒക്ടോബർ റവല്യൂഷനും. ഫെബ്രുവരി റവല്യൂഷൻ എന്ന് പറയുന്നത് മെൻഷെവിക്കുകളുടേതും ഒക്ടോബർ റവല്യൂഷൻ എന്ന് പറയുന്നത് ബോൾഷെവിക്സിൻ്റേതുമാണ്. ആദ്യം നമുക്ക് ഫെബ്രുവരി റവല്യൂഷൻ ഒന്നുകൂടെ നോക്കാം. വാട്ട് വെയർ ദ റീസൺസ് ഓഫ് ഫെബ്രുവരി റവല്യൂഷൻ? നമ്മൾ നേരത്തെ കണ്ടത് ഫെബ്രുവരി റവല്യൂഷനും ഒക്ടോബർ റവല്യൂഷനും ഉൾപ്പെടെയുള്ള റഷ്യൻ റവല്യൂഷൻ്റെ റീസൺസ് ആണ്. ഇനി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫെബ്രുവരി റവല്യൂഷൻ മാത്രം നോക്കുന്നു. വാട്ട് വെയർ ദ റീസൺസ് ഓഫ് ഫെബ്രുവരി റവല്യൂഷൻ? ഒന്നാമത്തേത്, സോഷ്യൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻ ഓഫ് റഷ്യ. നേരത്തെ നമ്മൾ കണ്ടത് തന്നെയാണ്, ഫാമേഴ്സ് ആൻഡ് ഫാക്ടറി വർക്കേഴ്സ് ഇൻ റഷ്യ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പോയിന്റ്സ്. Formation of Soviets. Workers' organizations called the Soviets were formed all over Russia to conduct strike. Formation of Duma. The emperor was compelled to form legislative assembly called Duma. Participation in the First World War. Ignoring the protest from Duma, Nicholas II, the then Tsar, decided to participate in the First World War that started in 1914. A lot of Russian soldiers were killed in this war. അടുത്തത്
ഫെബ്രുവരി റവല്യൂഷനിലെ പ്രധാനപ്പെട്ട ഇവൻറ്റ്സ്. ലിസ്റ്റ് ദ മെയിൻ ഇവൻറ്റ്സ് ഇൻ ദ ഫെബ്രുവരി റവല്യൂഷൻ. ഒന്നാമത്തേത് 1917 മാർച്ച് ടു പെട്രോഗ്രാഡ്. ഫുഡ് ഷോർട്ടേജ് became severe by 1917. Thousands of women marched along the streets of Petrograd on 8th March 1917 clamoring for bread. B. Workers organized a protest march in Petrograd. Soldiers' participation. They experienced miseries in the First World War. അടുത്തത് ഫെബ്രുവരി റവല്യൂഷൻ്റെ റിസൾട്ടാണ്. ലിസ്റ്റ് ഔട്ട് ദ റിസൾട്ട്സ് ഓഫ് പെട്രോഗ്രാഡ് മാർച്ച് അല്ലെങ്കിൽ റിസൾട്ട്സ് ഓഫ് ഫെബ്രുവരി റവല്യൂഷൻ. The workers captured Petrograd. Nicholas II was thrown out of power. A provisional government was formed under Alexander Kerensky, the Menshevik leader. This event happened in March, but it was February according to Russian calendar. So this revolution came to be known as February Revolution. അടുത്തൊരു പ്രത്യേക ഒരു ക്വസ്റ്റ്യൻ ആണ്. Why did the soldiers joined with the workers in the Petrograd March 1917? Their tragic experience during the First World War induced the soldiers to join with the workers in the Petrograd March. അടുത്തത് ഒക്ടോബർ റവല്യൂഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് വെയർ ദ റീസൺസ് അതർവൈസ് കോസസ് ഓഫ് ഒക്ടോബർ റവല്യൂഷൻ? അല്ലെങ്കിൽ അതിങ്ങനെയും ചോദിക്കാം. ഡിസ്കസ് ദ റോൾ ഓഫ് ദ ഒക്ടോബർ റവല്യൂഷൻ ഇൻ എസ്റ്റാബ്ലിഷിംഗ് പ്രോളിറ്റേറിയൻ ഗവൺമെൻറ് ഇൻ റഷ്യ. അപ്പോൾ ഇത് ഒക്ടോബർ റവല്യൂഷനുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് എല്ലാം അതിനകത്ത് എഴുതണം. ഇതിൽ റീസൺസ് നോക്കുക. ഒന്നാമത്തേത് ഒപ്പോസ്ഡ് പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്. ബി. ലെനിൻസ് എൻട്രൻസ്. ഒപ്പോസ്ഡ് പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്. ഹി ആർഗ്യൂഡ് ദാറ്റ് ദ എൻറ്റയർ പവർ ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു സോവിയറ്റ്സ് ഇഫ് ദേ വെയർ ടു റിയലൈസ് ദ എയിംസ് ഓഫ് ദ റവല്യൂഷൻ. സി. സപ്പോർട്ട് ഓഫ് ദ ബോൾഷെവിക്സ്. They propagated that only proletarians, workers' government could eradicate centuries-old economic backwardness and inequality. Demands of Bolsheviks. Question പ്രത്യേകം ചോദിക്കാം. What were the demands of the Bolsheviks? Withdraw Russia from the First World War, seize the lands owned by the lords and distribute among the farmers, make factories public property. Main events in the October Revolution. In October 1917, the Bolsheviks organized an armed rebellion against the provincial government. Kerensky fled from the country. Russia came under the control of Bolsheviks. This event took place in October according to the Russian calendar. So this revolution is known as October Revolution. List out the results of the October Revolution. This October Revolution results are: Bolsheviks attained power. Kerensky fled from Russia. A convention of the Soviet was held and a cabinet was formed with Lenin as its head. അടുത്തത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് ഔട്ട് ദ റിസൾട്ട്സ് ഓഫ് റഷ്യൻ റവല്യൂഷൻ. റഷ്യൻ റവല്യൂഷന് മൊത്തത്തിലുള്ള റിസൾട്ടാണ് ചോദിച്ചിരിക്കുന്നത്. റഷ്യ വിത്ഡ്രൂ ഫ്രം ദ ഫസ്റ്റ് വേൾഡ് വാർ, സീസ്ഡ് ഔട്ട് ദ ലാൻഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് എമംഗ് ദ പെസൻസ്, ഗേവ് ഇമ്പോർട്ടൻസ് ടു പബ്ലിക് സെക്ടർ, ഇൻട്രൊഡ്യൂസ്ഡ് സെൻട്രലൈസ്ഡ് പ്ലാനിംഗ്, achieved development in the field of science, technology and economy. New constitution came into force in 1924. Union of Soviet Socialist Republic was formed by consolidating different Soviet republics. Spread the socialist ideas all over the world. 1 mark questions on the പരിചയപ്പെടാം. What is Soviet? Workers organizations formed all over Russia to conduct strikes were known as Soviet. What was Duma? Legislative Assembly of Russia was called Duma. Who is the author of the Mother? Maxim Gorky. അടുത്തത് ടെസ്റ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, അതും ഒന്ന് നോക്കാം. റഷ്യൻ റവല്യൂഷൻ വാസ് ഗ്രേറ്റ്ലി മോട്ടിവേറ്റഡ് ബൈ ദ ഡെസ്പോട്ടിക് റൂൾ ഓഫ് സാർ. ഡിസ്കസ്. ഫാർമേഴ്സ് ആൻഡ് ഫാക്ടറി വർക്കേഴ്സ് ഇൻ റഷ്യ ലെഡ് എ ട്രാജിക് ലൈഫ് അണ്ടർ ദ ഓട്ടോക്രസി ഓഫ് ദ സാറിസ്റ്റ് എംപറേഴ്സ് ഹു റൂൾഡ് റഷ്യ. Ignoring the protest from Duma, Nicholas II, the then Tsar, decided to participate in the First World War that started in 1914. A lot of Russian soldiers were killed in this war. The farmers, workers, soldiers, etc. were dissatisfied by the rule of Tsarist emperors. This dissatisfaction and the food shortage led to revolution. Analyze the circumstance that led to form a provisional government in Russia. Russian defeat in the Russian-Japan War and subsequent protest and massacre known as Bloody Sunday. Formation of Soviet Workers' Organization all over Russia to conduct strike. Decision of Tsar to participate in the First World War in 1917 against the decision of Duma and the misery of soldiers. Food shortage and the women march to Petrograd following the march of workers and soldiers. Capturing of Petrograd and Nicholas II was thrown out of power. Formation of provisional government.
Prepare a timeline showing the important events of Russian Revolution. 1905 Russia-Japan War, 9th January 1905. Workers' March, Petrograd, Bloody Sunday. 1914 First World War. 1917 Food Shortage. 8th March 1917 Women March, Petrograd. March 1917 February Revolution. October 1917 Armed Rebellion, Bolsheviks. October Revolution. 1924 New Constitution, Formation of Union of Soviet Socialist Republic. സോഷ്യൽ സയൻസിൻ്റെ തുടർ നോട്ടുകൾക്കായും ക്ലാസ്സുകൾക്കായും ദിനാചരണ വീഡിയോകൾക്കായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യണം.